നമസ്കാരം. എല്ലാ ജീവിതത്തിലും പറ്റുന്ന ചില അബദ്ധങ്ങൾ നമുക്ക് പറ്റാതിരിക്കണമെങ്കിൽ സത്സംഗത്തിലൂടെ മാത്രമേ ആ അറിവ് കിട്ടുകയുള്ളൂ. ഇവിടെ വീഴരുത് എന്ന് ബോർഡ് എഴുതി വെച്ചിട്ടും കാര്യമൊന്നുമില്ല. ഇവിടെ വീഴരുത്, അവിടെ എന്താ കാര്യം? ഈ വ്യക്തിയും വീഴും. പണ്ട് ഒരു മഹർഷി വനത്തിലൂടെ വരുന്നു. മഹർഷിക്ക് എല്ലാ ജീവജാലങ്ങളോടും സംസാരിക്കാനായിട്ട് കഴിയും. ആ സമയത്ത് ഒരു വേടൻ പ്രാവുകളെ പിടിക്കാനായിട്ട് വലയുമായിട്ടാണ് വരുന്നത്. നിങ്ങൾ പ്രാവിനെ പിടിക്കുന്നതൊക്കെ പറയാൻ പറ്റുമോ? നമ്മുടെ ജീവിതത്തിൽ വലിയ അബദ്ധമാണ് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരോട് നമുക്ക് പറയാൻ പറ്റുമോ? ശ്രദ്ധിക്കണം. തീവണ്ടിയിൽ ഇറങ്ങണ ഭാഗത്ത് ഡോറിന്റെ ഭാഗത്ത് രണ്ട് കൈ രണ്ട് ഭാഗത്ത് പിടിച്ചിട്ട് ഉറങ്ങുന്നവരെ കാണാം. അവർ ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുക, വണ്ടി ഓടിക്കൊണ്ടിരിക്കുക. നമ്മൾ എന്തെങ്കിലും കാരണവശാൽ അവിടേക്ക് വന്ന് ഈ കാഴ്ച കണ്ടാൽ പിന്നെ ഉറക്കം തൂങ്ങി താഴോട്ട് വീഴ്ത്തോന്നിട്ട് പറഞ്ഞാൽ അവരുടെ വായിലുള്ള ചീത്ത മുഴുവൻ കേൾക്കേണ്ടി വരില്ലേ? അയ്യോ, അങ്ങ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വിജ്ഞാനം അറിഞ്ഞത്. എന്റെ ജീവൻ രക്ഷപ്പെടുത്തിയത് താങ്കളാണ്. ഇനി ഞാൻ ഇവിടുന്ന് ഉറങ്ങുന്നില്ല. അവിടെ അവരോട് പോരോ? ഈ വനവേടന് പക്ഷികളെ നിർദ്ദയം കൊന്നു തിന്നാനാണ് വേടൻ പോകുന്നത്. അത് വേടന്റെ ഇഷ്ടം, വേടന്റെ വാസന. ഈ പ്രാവുകളെ ഒരുമിച്ച് കണ്ടു. അവരെന്തോ ധാന്യത്തിന്റെ മണികൾ കൊത്തിത്തിന്ന. അപ്പൊ ഒരു വരി പറഞ്ഞത് അപ്പൊ പ്രാവുകൾക്ക് മനസ്സിലായി ഇദ്ദേഹം വരുന്നു, ദ്രോഹിക്കില്ല. അവരണിയില്ല. പ്രാവുകൾക്ക് നല്ലവരെ തിരിച്ചറിയാനായിട്ട് കഴിയും. നമ്മൾ അവരെ ദ്രോഹിക്കോ ഇല്ലയോ എന്നൊക്കെ പ്രാവുകൾക്ക് അറിയും. ഒരു അലഞ്ഞു തിരിയുന്ന ഒരു നായ ഗിട വന്നിട്ട് ഗേറ്റ് ചാടി കിടന്നിട്ട് എന്റെ വീട്ടിൽ നിന്ന് താഴോട്ട് ഇറങ്ങണ സ്ഥലത്ത് കിടന്നാൽ ചെയ്യും. വേറെ അവിടെ കിടന്നാലും ഞാൻ ഇറങ്ങില്ല. കാല് വെച്ചിട്ട് ഇറങ്ങാൻ നിവർത്തിയില്ല, അവൻ കിടക്കുക. പലതവണ പറഞ്ഞു പോ പോ പോന്ന് കൊണ്ട് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ന്യൂസ് പേപ്പർ എടുത്ത് കുട്ടി അടിക്കുന്നുണ്ട്. ഒടുവിലൊരു വടിയെടുത്തപ്പോഴും പേടിക്കുന്നില്ലല്ലോ. വടിയെടുത്തു, അതിന്റെ സമീപത്ത് കുട്ടി അതിന്റെ മേല് പതുക്കെ തൊട്ട് പോന്ന് പറഞ്ഞു. ഞാൻ നിരാശനായി വടി എടുത്ത് കൊണ്ടുവച്ചപ്പോ അവന് എന്നോട് പാവം തോന്നി. പാവട്ടോ ആ മനുഷ്യൻ. നീട്ട് വേർത്ത് പോട്ട് കിടക്കാനാ പരിപാടി. സകല ജീവജാലങ്ങൾക്കും അറിയാം. കൈകൊണ്ട് എന്നെ കാണിക്കുമ്പോ കാക്കയ്ക്ക് അറിയാം ഇയാൾ എന്നെ കൊല്ലൊന്നുമില്ല. ഏതായാലും നിങ്ങൾക്കിപ്പോ ദോഷകാലാ വരാൻ പോണത്. ഞാൻ പറഞ്ഞു നിങ്ങൾ കേൾക്കുവോന്ന് വെച്ചു. ആന്ന് പറഞ്ഞു പക്ഷികൾ. വേടൻ വരുന്നുണ്ട്. ആണോ? അടുത്ത് വേടൻ വരുന്നത് ഇഷ്ടം. ഒരു പക്ഷി വേറെ പക്ഷിയോട് ഇദ്ദേഹം അങ്ങോട്ട് പോയി. വൈകുന്നേരം ഈ മഹർഷിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. മടങ്ങി വരുന്നു. പക്ഷികളൊന്നും അവിടെ കാണാനില്ല, ഒക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടാവും തോന്നി. താഴ്വാരത്തിൽ വന്നപ്പോഴാണ് കാണുന്നത്
വേടന്റെ വലയില് സകല പക്ഷികളും കുടുങ്ങുന്നു. എല്ലാ പക്ഷികളും കുടുങ്ങുന്നു. ഇനി വേടൻ കൊന്നു തിന്നാൻ പോവാണ്. വേടന് അടുത്തുള്ള പെട്ടിക്കടയിൽ നിന്ന് കട്ടൻ ചായയും പരിപ്പോടും തിന്നുകൊണ്ടിരിക്കും. ജിയ അവിടെ വന്നു. വേടം വരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? വേടം വരുന്നു, വേടം വരുന്നു. അപ്പുറത്തെ പക്ഷിയോടും പറഞ്ഞു, ആ പക്ഷി അങ്ങോട്ടും പറഞ്ഞു. ഇവരിതിങ്ങനെ ആവർത്തിക്കുന്നുണ്ട്. താങ്കൾ പറഞ്ഞു ശരിയാട്ടോ, വേടം വരുന്നു. അതിന്റെ അർത്ഥം ഇതാണോ? ഇനിയിപ്പോ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാത്തിന്റെ ജീവിതവും അവസാനിച്ചു. അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നത് പോലെ ചില തത്വങ്ങൾ നാം മുറുകെ പിടിച്ച് നാം ഇളക്കമില്ലാത്തവർ ആകണം. ഇപ്പൊ നാം ഇളകിക്കൊണ്ടിരിക്കുന്നു. വേടം വരുന്നു, വേടം വരുന്നു. എല്ലാവരും നല്ല തന്നെയാ പറഞ്ഞിട്ടുണ്ടേ. വെറുതെ പറയാം, ബിരുദ് വായിച്ചിടുന്നല്ല. രാമായണത്തിലും ഇന്ന പുസ്തകത്തിലും ഒക്കെ നല്ലതാ പറഞ്ഞത്, വെറുതെ പറയാ. ഇവര് ഇത് മനസ്സിലാക്കുക, വേടം വരുന്നു എന്ന് പറയുക മാത്രം ചെയ്യുമ്പോൾ നാം ഇപ്പോൾ ഇളകിക്കൊണ്ടിരിക്കാനുള്ള കാരണം എന്താ? ഇളകുന്നതിലേക്ക് നോക്കിയാൽ നാം ഇളകും. ഇളക്കമില്ലാതിരിക്കുന്ന നാം ഇളകുന്നതിലേക്ക് നോക്കൂ, നാം ഇളകും. രാവിലെ മുതൽക്ക് ഇളകിക്കൊണ്ടിരിക്കുന്നതായിരിക്കും നമ്മൾ നോക്കുന്നത്. ടെലിവിഷൻ, അതിനോട് ഇഷ്ടം എന്താ? മാറിക്കൊണ്ടിരിക്കുകയാണ്. ചാനൽ മാറ്റാം. ഓൺലൈൻ മാധ്യമങ്ങൾ, ഫോൺ, എന്താ ഇഷ്ടം? അത് മാറിക്കൊണ്ടിരിക്കുന്നതാണ്, ഇളകുന്നതാണ്. വിരല് വെച്ചിങ്ങനെ നീക്കിയാൽ മതി. നിങ്ങളിങ്ങനെ കുറച്ച് വേഗത്തിൽ പറഞ്ഞെങ്കിൽ ശരിയാവുന്നില്ല കേട്ടോ. 2 വരിയിൽ ഒതുക്കണം. ധന്യമേ ജീവിതം ഇങ്ങനെ 10 മിനിറ്റ് കേൾക്കാനുള്ള ക്ഷമയൊന്നുമില്ല ഇപ്പോഴത്തെ ആൾക്ക്. ഇയാൾക്കില്ല എന്നാ പറയുന്നത്, കേൾക്കുന്നവരുണ്ട്. ഇയാൾക്ക് ക്ഷമയില്ല. അപ്പൊ അയാൾ പറയാ, ഇതിങ്ങനെ ഇരുന്ന് കേൾക്കൊന്നുമില്ല 10 മിനിറ്റ്. അത് പെട്ടെന്ന് 2 വരി എന്താ പറയാനുള്ള വെച്ചാ തീർക്കണം. അല്ലെങ്കിൽ നമ്മൾ വിരലുകൊണ്ട് മാറ്റും. ഇളകുന്നതാണ് ഇഷ്ടം. വർത്തമാന പത്രം നമ്മളെ ഇളക്കും. എങ്ങനെയാണ് ഉണ്ടായത്? ശ്രീരാമകൃഷ്ണ പരമഹംസർ ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോ പറഞ്ഞ ആണ്, ഞാൻ വരാം, വർത്തമാന പത്രം അവിടെ ഉണ്ടാകരുത്. വർത്തമാന പത്രം ഉണ്ടാകരുത്. ഉണ്ടാകരുതതിന്റെ അർത്ഥം ഞാൻ ഇരിക്കുന്ന കസേരയുടെ അടുത്ത് കൊണ്ടുവരുന്നത് മാറ്റി വെക്കണം. അതിന്റെ അർത്ഥം വർത്തമാന പത്രത്തിനോട് വിരോധം എന്നുള്ളതല്ല, നമുക്ക് ഇളക്കമില്ലാത്തവരാവണം. ചലിക്കുന്ന എന്തും നമ്മളെ ഇളക്കും. ചലിക്കുന്ന ഒരു വസ്തു കുറച്ചു നേരം ഫീൽ ചെയ്യുമ്പോൾ നമ്മളില് ലൈംഗികതയാണ് കൂടുതലുണ്ടാവുക. ചലിക്കുന്ന വസ്തു ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഇളകുന്ന വസ്തുവിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഇളകും. കുടുംബത്തിലൊക്കെ ഇളകുന്നതാ, നമ്മളെ ഇളകിക്കൊണ്ടിരിക്കുന്നതാണ്. ജഗത്ത് എന്ന് പറഞ്ഞാൽ ഒക്കെ മാറുന്നതെന്ന് അർത്ഥം. ഇന്നലെയും ഇന്നും നാളെയും വ്യത്യാസം. നമ്മളിൽ മാറ്റം ഉണ്ടാകുന്നു, പുറത്ത് മാറ്റം ഉണ്ടാകുന്നു. ഇതൊക്കെ ഇളകുന്നതാണ്. ആ ഇളക്കം നിർത്തിയാലോ? ഇളക്കം നിർത്തണമെങ്കിൽ പൂർണ്ണതയിലേക്ക് നോക്കണം. സിനിമ കാണുമ്പോഴത്തെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചല്ല കോൺസെൻട്രേഷൻ. തുടക്കം മുതൽക്ക് അവസാനം വരെ ഇളകിക്കൊണ്ടിരിക്കണം.
നമ്മളും ഇളകും അതിനനുസരിച്ച്. നമ്മുടെ ഇളക്കം നിർത്തുകയല്ല സിനിമ ചെയ്യുന്നത്, തുടക്കം മുതലൊക്കെ ഇളക്കം. സ്ക്രിപ്റ്റിന്റെ ഡിസ്കഷനൊക്കെ വരുമ്പോ ഇവിടെ കുറച്ച് ഗ്യാപ്പ് വരുമല്ലോ, ഇത് വരുമ്പോ സംവിധായകൻ നിവൃത്തിയില്ല, അവിടെ 5 സെക്കൻഡും മാറിക്കൊണ്ടിരിക്കണം, നിശ്ചലാവരുത്. ഇളക്കമില്ലാത്തതിലേക്ക് നോക്കുമ്പോഴാ മാത്രമാണ് നമ്മുടെ ഇളക്കം നിൽക്കുക. നിർഭാഗ്യവശാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നാം ഇളകുന്നത് കാണുന്നു, ഇളകുന്നത് ഇഷ്ടപ്പെടുന്നു, ആ ഇളകുന്നത് നമ്മളെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. തീവണ്ടിയിൽ നമ്മളിരിക്കുമ്പോൾ അടുത്ത ട്രാക്കിലെ തീവണ്ടിയിലേക്ക് നോക്കുമ്പോൾ അത് ഇളകണു, നമ്മളെ ഇളക്കി, നമ്മുടെ വണ്ടിയാണ് ഇളകണത്, നമുക്ക് പോകാം. ഇതുകൊണ്ടാണ് മാനസിക രോഗം ഉണ്ടാവണമെങ്കിൽ കുറെ മാനസിക രോഗികളുടെ അനുഭവം വായിച്ചാൽ മതി. എനിക്കിതുണ്ട് കേട്ടോ. കാരണവന്മാർ ഒത്തുകൂടി എന്തായി, ഇപ്പൊ പ്രഷർ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ വേറൊരാള് ഷുഗർ ബോർഡറിൽ നിൽക്കുകയാണ്, ഇളക്കി, നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി മനസ്സോടുകൂടി. എന്താന്ന് അറിഞ്ഞൂടാ, കിതയ്ക്കുന്നുണ്ട്, അറ്റേക്കാണോന്ന് അറിഞ്ഞൂടാ. ഇളകാത്തതിലേക്ക് നോക്കുക എന്ന് പറഞ്ഞ അർത്ഥം, ഏതൊന്ന് ഇളകുന്നുവോ അതൊന്ന് തീർച്ചയാണ്, ഇളകാത്തൊരു കാര്യമുണ്ട്. ഇളകാത്ത കാര്യത്തിലേക്ക് നോക്കുക എന്ന് പറഞ്ഞു വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.